കർത്താവിൽ വാത്സല്യമുള്ള ഏവരുമേ, സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ദുബായ് ഇടവകയുടെ വളരെ വിലപ്പെട്ട ഒരു ചരിത്ര നിമിഷമാണ് നമ്മുടെ ഗോൾഡൻ ജൂബിലി ആഘോഷം. നമുക്ക് ഒത്തുചേർന്ന് പറയുവാൻ സാധിക്കും, ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. നമ്മുടെ പിതാക്കന്മാർ ഒത്തുചേർന്ന് കൂടിയ ഒരു ചെറിയ കൂട്ടം ഇന്ന് ഈ നിലയിൽ ഇത്രത്തോളം എത്തിയത് ദൈവത്തിൻ്റെ വിശ്വസ്തത ഒന്ന് മാത്രമാണ്. നമ്മുടെ മുന്നോട്ടുള്ള മരുപ്രയാണ യാത്രയിൽ നമ്മുടെ യാത്ര ദൈവതണലിൽ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തൻ്റെ തൂലുകൾ കൊണ്ട് അവൻ നിന്നെ മറയ്ക്കും, അവൻ്റെ ചിറകിൻ കീഴിൽ നീ ശരണം പ്രാപിക്കും, അവൻ്റെ വിശ്വസ്തത നിനക്ക് പരിചയം പലകയുമാകുന്നു. 1975 സെപ്റ്റംബർ 25 ദൈവവിശ്വാസികളായ ചുരുക്കം ചില സഭാംഗങ്ങൾ ഒരുമിച്ച് കടന്നു വന്ന കൂട്ടായ്മ ഇന്നേക്ക് 50 വർഷം പിന്നിടുമ്പോൾ സെയിൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യയുടെ ഒരു ഇടവകയായി ദുബായിൽ നിലനിൽപ്പാൻ വിശ്വസ്തനായ ദൈവം കൃപ നൽകി. ഇതിൻ്റെ പിന്നിൽ ദൈവത്തിൽ ആശ്രയിച്ച് പരിശ്രമിച്ച സ്ഥാപക അംഗങ്ങളെയും കാലാകാലങ്ങളായി ഇടവകയ്ക്ക് നേതൃത്വം നൽകിയ ഏവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും നന്ദിപൂർവ്വം സ്മരിക്കുകയും ചെയ്യുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ദുബായ് ഇടവകയ്ക്ക് എല്ലാ ആശംസകളും അറിയിക്കുന്നു. കഴിഞ്ഞ 50 വർഷമായി വളരെ അനുഗ്രഹകരമായ നിലയിൽ പ്രവർത്തിപ്പാൻ ദുബായ് ഇടവകയെ ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. ഇടവകയുടെ ആരംഭകാലം മുതൽ സഭയുടെ സുവിശേഷ പ്രവർത്തന ബോർഡിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക്, മിഷൻ ഫീൽഡുകൾക്ക് ഇടവക നൽകി വരുന്ന വലിയ സംഭാവനകൾ ഓർക്കുന്നുണ്ട്. 1980കളിലാണ് കർണാടകത്തിലെ അത്തിബലെ മിഷൻ ഫീൽഡിൽ സ്ഥലം വാങ്ങുന്നതിനും അവിടെ ദുബായ് ഭവൻ എന്ന പേരിൽ ഒരു മിഷൻ ഹൗസ് പണിയുന്നതിനും ഇടവക മുന്നോട്ട് വന്നു. മാത്രമല്ല, ആ ഫീൽഡിൻ്റെ സന്ധാരണവും ഇടവക ഏറ്റെടുത്തു. കൂടാതെ ബാഹ്യകേരളത്തിലെ ഗുജറാത്തിൽ ഗാന്ധിധാമിലെ മിഷൻ ഫീൽഡിൻ്റെ സന്ധാരണവും ഇടവക നിർവഹിച്ചു വന്നു. സഭയുടെ സിൽവർ ജൂബിലി ആഘോഷിച്ചപ്പോൾ സിൽവർ ജൂബിലി മെമ്മോറിയൽ പ്രസ് സ്ഥാപിക്കുന്നതിന് ദുബായ് ഇടവകയാണ് എല്ലാ കൈത്താങ്ങലും നൽകിയത്. ഇപ്പോൾ ഗോൾഡൻ ജൂബിലി പ്രോജക്റ്റിൻ്റെ ഭാഗമായി സഭയുടെ സെൻട്രൽ ഹാൾ നവീകരിക്കുന്നതിന് ദുബായ് ഇടവക നൽകുന്ന എല്ലാ കൈത്താങ്ങലും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അത് സഭയ്ക്ക് മറക്കാവുന്നതല്ല. ഈ 50 വർഷമായി ഇടവകയിൽ വളർന്നു വന്ന കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ പല സ്ഥാനങ്ങളിലായിരിക്കുന്നു. പുതിയ തലമുറകളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സുവർണ ജൂബിലിയുടെ ഘട്ടം കൂടുതൽ സമർപ്പണത്തിനും വളരെ അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകുന്നതിനും ഇടവകയ്ക്ക് ദൈവം ഇടവരുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ആശംസകളും അറിയിക്കുന്നു. ദൈവം ഇടവകയെ അനുഗ്രഹിക്കട്ടെ. പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ആരും നിന്റെ യൗവനം തുച്ഛീകരിക്കരുത്. വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കുക. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ദുബായ് ഇടവകയുടെ വിവിധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ്ങൽ കൊടുക്കുവാൻ യൂസിയോണിന് ദൈവം കൃപ നൽകുന്നു. എല്ലാ വർഷവും ക്രിസ്മസ് കരോൾ റൗണ്ട്സ് അനുഗ്രഹമായി നടത്തുവാനും ഇടവകയുടെ പിക്നിക്കിന് നേതൃത്വം കൊടുക്കുവാനും യൂസിയോണിന് സാധിച്ചു. ഇടവക വികാരിയുടെ നേതൃത്വത്തിൽ സഭയുടെ വിവിധ മിഷൻ ഫീൽഡുകൾ സന്ദർശിക്കുവാനും അവർക്ക് സഹായ സഹകരണം നൽകുവാനും യുവജനങ്ങൾക്ക് കാലാകാലങ്ങളായി ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. 50 വർഷത്തെ പ്രവാസ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വിശ്വസ്തത എത്ര വലുത് എന്നോർക്കുവാനും ഇടവകയുടെ ആത്മീയ മുന്നേറ്റത്തിനും ദൈവനാമ മഹത്വത്തിനും അനേകർക്ക് താങ്ങും തണലുമായി ഇടവകയോട് ചേർന്ന് സേവനം ചെയ്യുവാൻ സേവന സമാജത്തിന് ഇടയാക്കിയതോർത്ത് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. ഈ 50ൻ്റെ നിറവിലായിരിക്കുന്ന ഇടവകയ്ക്ക് സേവന സമാജത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. Yes, that's the book for me. I stand alone in the word of God, the Bible. Woo-hoo! In Matthew 19 verse 14, Jesus says, "Let the children come to me, do not hinder, for the kingdom of God belongs to them as such as these."
On this special occasion of the Golden Jubilee celebration, we Sunday school teachers proudly say that our children showcases the interest and enthusiasm in learning the word of God in true spirits. यीशु की स्तुति करेंगे, हम तो बोलने वाले प्राणी हैं, हम मानस की स्तुति करेंगे. സർവശക്തനായ ത്രിയേക ദൈവത്തിന് സകല വീഴ്ചയും ബഹുമാനവും മഹത്വവും കരയിട്ടുള്ളൂ. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ദുബൈ പാരിഷ് ഗോൾഡൻ ജൂബിലി നിറവിലാണെന്നതിൽ അതിയായ സന്തോഷമുണ്ട്. ഗോൾഡൻ ജൂബിലി വർഷം അനുഗ്രഹത്തിൻ്റെ വർഷമാകട്ടെ. കർത്താവിൻ്റെ കൃപ നിങ്ങളോട് കൂടിയിരിക്കട്ടെ. എല്ലാവിധമായ പ്രാർത്ഥന ആശംസകൾ നേരുന്നു. God bless you all. പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ? കരുതും നിനക്കവൻ വേണ്ടതെല്ലാം, തളരാതെ യാത്ര തുടർന്നിടുക. ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന ദുബായ് ഇടവകയ്ക്ക് ഇടവകക്കാരൻ്റെ പ്രാർത്ഥനാശംസകൾ നേരുന്നു. സെൻറ് തോമസ് ഇവാഞ്ചലിക്കൽ ചർച്ച് ഓഫ് ഇന്ത്യ ഇൻ ദുബായ് ഇടവകയുടെ വിശുദ്ധ ആരാധനകൾ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം 4:45 മുതൽ ഹോളി ട്രിനിറ്റിയിലുള്ള പ്രധാന ചാപ്പലിൽ വെച്ച് നടത്തപ്പെടുന്നു. എല്ലാ വിശ്വാസോപദേശങ്ങളുടെ അടിസ്ഥാനം 66 പുസ്തകമടങ്ങിയ സത്യ വേദപുസ്തകം മാത്രമാണ് എന്ന് പഠിപ്പിക്കുന്ന സഭയുടെ ഒരു ഇടവകയായി കഴിഞ്ഞ 50 വർഷക്കാലം ഇവിടെ നിൽപ്പാൻ ദൈവം കൃപ ചെയ്തു. 50ൻ്റെ നിറവിൽ നിൽക്കുമ്പോൾ ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ: ഗ്രേറ്റ് ഈസ് ദൈ ഫെയ്ത്ത്ഫുൾനെസ്. Great is thy faithfulness, O God my Father. There is no shadow